Hi friends, welcome back to my channel. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ വീട്ടിലേക്കുള്ള സാധാരണ ചെടിച്ചട്ടികളെ എങ്ങനെ നമുക്ക് പെയിന്റ് ചെയ്ത് നല്ല ഭംഗിയുള്ളതാക്കാം എന്നുള്ളൊരു വീഡിയോയുമായിട്ടാണ്. പെയിന്റിംഗ് വീഡിയോ ഒന്നും ഉൾപ്പെടുത്തിയിട്ടില്ല. ഇതുപോലുള്ള സാധാരണ ചട്ടികളെ നമുക്ക് പെയിന്റ് ചെയ്തിട്ട് നല്ല ഭംഗിയുള്ള ചട്ടികളാക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്ലവേഴ്സും അതുപോലെ തന്നെ കഥാപാത്രങ്ങൾ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കഥാപാത്രങ്ങളൊക്കെ ഇതുപോലെ പെയിന്റ് ചെയ്തിട്ട് നിങ്ങളുടെ ഐഡിയക്ക് അനുസരിച്ച് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ ചെയ്തിട്ടുള്ള കുറച്ച് ഡിസൈൻസാണ് ഇവിടെ കാണിക്കുന്നത്. ഇതെൻ്റെ ബ്രദർ ചെയ്തതാണ്. അപ്പോൾ ഞാനിവിടെ ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് എനിക്ക് ഈ പെയിൻറ്റിങ് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഞാൻ പെയിൻറ്റ് ചെയ്തതിന് ശേഷമുള്ള ഈ വീഡിയോസാണ് കേട്ടോ കാണിക്കുന്നത്. ഇതുപോലെ ഒരുപാട് ചട്ടികളിൽ പെയിൻറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഈ ചട്ടിൻ്റെ അടിയിലായിട്ട് ഇതുപോലെ ചെറിയ പ്ലേറ്റുകൾ വെച്ച് കൊടുത്തിട്ടുണ്ട്. വൈറ്റും യെല്ലോ ചെറിയ പ്ലേറ്റാണ് വെച്ചിട്ടുള്ളത് കേട്ടോ. ഇത് വേറൊരു മോഡലിലാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. വലിയൊരു ചട്ടിയിൽ ഇതുപോലെ പെയിൻറ് ചെയ്തിട്ട് അതിൽ മണ്ണ് നിറച്ചിട്ട് ആ മണ്ണിൽ ഒരു ഇരുമ്പിൻ്റെ കമ്പി കുത്തി വെച്ചിരിക്കുകയാണ്. സൈഡിൽ ചെരിച്ച് കുത്തി വെച്ചിട്ട് അതിൽ നമ്മൾ പെയിൻറ് ചെയ്ത ഈ ചെറിയ ചട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ട് ഇറക്കി വെച്ചിരിക്കുകയാണ്. നിങ്ങൾക്ക് കമ്പി കാണുന്നുണ്ടല്ലോ, ആ കമ്പിയിലൂടെ ഇത് ചട്ടികൾ ഇങ്ങനെ ഇറക്കി വെച്ച് കൊടുത്തിരിക്കുകയാണ് കേട്ടോ. ചട്ടിക്ക് ഹോൾട്ട് കൊടുത്തിട്ട് എന്നിട്ട് അതിൽ 10 മണി അങ്ങനത്തെ ചെടികളൊക്കെ കുഴിച്ചിട്ടിരിക്കുകയാണ്. അതുപോലെ ഇത് ചെയ്തിട്ടുള്ളത് 7-Upൻ്റെ ഒക്കെ വലിയ ബോട്ടിൽ ഉണ്ടാവുമല്ലോ, അതുപയോഗിച്ചിട്ടാണ്. അതിൻ്റെ സെൻറ്റർ ഭാഗം കട്ട് ചെയ്തിട്ട് താഴ്ഭാഗം മുകൾ ഭാഗം ഇതുപോലെ ഒട്ടിച്ച് കൊടുത്തിട്ട് ഒരു കുപ്പി പോലെ ആക്കിയിരിക്കുകയാണ്. എന്നിട്ട് സൈഡ് ഭാഗം കട്ട് ചെയ്തിട്ട് അതിലാണ് ചെടികൾ വെച്ചിട്ടുള്ളത്. ഇതൊക്കെ വീടിനകത്ത് വെച്ചിട്ടുള്ള ചട്ടികളാണ്, ഇൻഡോർ പ്ലാന്റ്സ് ആണ് കേട്ടോ അതൊക്കെ. ഇനി നമുക്ക് ഇതുപോലെ പ്ലെയിൻ കുപ്പികൾ പെയിന്റ് ചെയ്ത കുറച്ച് ഫോട്ടോസ് കാണാം. ഈ ചെടി വെച്ചിട്ടുള്ളത് എങ്ങനെയാണ് ചെയ്തിട്ടുള്ളത് എന്നുള്ള വീഡിയോ ഞാൻ കാണിച്ചു തരാം. ഇതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വലുപ്പത്തിലുള്ള PVC പൈപ്പ് എടുത്തിട്ട് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള നീളം എടുക്കാം കേട്ടോ. എന്നിട്ട് അതിൻ്റെ സെൻറ്ററിൽ ഇതുപോലെ അടയാളപ്പെടുത്തിയിട്ട് നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം. അവിടെ ചെടി കുഴിച്ചിടാനാണ് അവിടെ അങ്ങനെ കട്ട് ചെയ്യുന്നത്.
അപ്പോൾ നമ്മളത് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലുള്ള ക്യാപ്പ് വേണം. ഈ ക്യാപ്പ് നിങ്ങൾ ഏത് വലുപ്പത്തിലുള്ള PVC പൈപ്പാണ് എടുക്കുന്നത് അതിനനുസരിച്ചുള്ള ക്യാപ്പുകൾ നമുക്ക് കിട്ടും. അത് രണ്ട് ഭാഗത്ത് ഇതുപോലെ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി നിങ്ങൾ ഇതുപോലെ ഗ്രില്ലിലൊക്കെയാണ് ഇത് കെട്ടി വെക്കുന്നതെങ്കിൽ ഒരു ഡ്രിൽ മെഷീൻ ഉപയോഗിച്ചിട്ട് ഒരു ഹോൾ ഇട്ട് കൊടുക്കുക. ഈ ഹോൾ ഇട്ടതിൻ്റെ തൊട്ടടുത്തായിട്ട് ഒരു ഹോളും കൂടി ഇട്ട് കൊടുക്കുക. ഇതുപോലെ രണ്ട് ഹോൾ ഇട്ട് കൊടുക്കുക. ഈ ക്യാപ്പിൻ്റെ അവിടെ ആയിട്ടാണ് കേട്ടോ ഹോൾ ഇട്ട് കൊടുക്കുന്നത്. രണ്ട് സൈഡിലും ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു ടൈ ഉപയോഗിച്ച് നമുക്ക് അതിലൂടെ ഇട്ടിട്ട് എവിടെയാണെന്ന് വെച്ചാൽ നമുക്കത് കെട്ടിക്കൊടുക്കാം. എന്നിട്ട് ഇതിന് മുകളിൽ നമുക്ക് ഇഷ്ടമുള്ള പെയിൻറ്റുകളൊക്കെ ചെയ്ത് കൊടുക്കാം. ഞങ്ങളിത് ഞങ്ങളെ കിച്ചൻ്റെ ഭാഗത്തായിട്ട് ഗ്രില്ലിട്ടിട്ടുണ്ട്. അവിടെ ഇങ്ങനെ ഇതുപോലെ 3 എണ്ണം ഉണ്ടാക്കി വെച്ച് കെട്ടി കൊടുത്തിരിക്കുകയാണ് കേട്ടോ. അതിൽ നമുക്ക് ഇഷ്ടമുള്ള പെയിൻറ്റൊക്കെ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഒപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ആ റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൊടുത്താൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.